10 രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വെള്ളരിക്ക പച്ചടിയാണ്. അതിനുള്ള ചേരുവകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. വെള്ളരിക്ക ഒരു പകുതിയോളം തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തത്. പിന്നെ വേണ്ടത് അരപ്പിനുള്ള സാധനങ്ങളാണ്. അതിന് വേണ്ടത് തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, കടുക്, കറിവേപ്പില, ഉപ്പ് ഇവയാണ്. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ച് അതിൽ വെള്ളരിക്ക ഇട്ടിട്ട് വേകാനുള്ള വെള്ളം ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ്, 3-4 ഇതള കറിവേപ്പിലയും ഇട്ട് വേകുന്നതിന് വേണ്ടി മൂടി വയ്ക്കുന്നു. ഇനി ഈ പച്ചടിക്ക് വേണ്ട അരപ്പ് അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, ഒരു 3 ഇതള് കറിവേപ്പില, കടുക് ഇടണം. അത് നമ്മൾ ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നു. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് കൂടി ചേർക്കുക. പിന്നീട് ഒന്നുകൂടി അരച്ചെടുക്കുക. നമ്മുടെ വെള്ളരിക്ക നമുക്ക് വെന്തൊന്ന് നോക്കാം. ഇപ്പോൾ വെള്ളരിക്ക വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. ഇതിന് പാകത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് അരപ്പ് ചേർത്ത് വെള്ളരിക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് നമ്മൾ കട്ടിയുള്ള തൈര് കൂടി ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർത്തിട്ട് അധികം തിളക്കില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. നമുക്ക് ഇതിന് കടുക് വറുത്തിടാം. അതിന് ആവശ്യമായത് വെളിച്ചെണ്ണയാണ്. മൂച്ചിട്ട് കറിവേപ്പില കൂടി ഇടുക. അടുപ്പ് തുറന്നിട്ട് കടുക് വയ്ക്കുക. ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. WMO കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.